ഹായ്, പിന്നെ സോണാസ് ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നത് ഒരു ലോക്കിനെ പരിചയപ്പെടുത്താനാണ്. എന്ന് വെച്ചാൽ നമ്മളെ സ്ലൈഡിങ് ഡോർ ഉണ്ടല്ലോ, ബെഡ്റൂം അതേപോലെ കിച്ചണ് ലിവിങ് ഒക്കെ വരുന്ന ഡോറുകളൊക്കെ ഉണ്ടല്ലോ, മെയിൻ ഡോർ, വാൾഡ്രോബ് അല്ല മെയിൻ ഡോറുകൾ, അതിൻ്റെ ഒരു സ്ലൈഡിങ് ഡോർ ലോക്ക് ഉണ്ടല്ലേ. ഇതിൻ്റെ ഒരു റിവ്യൂ കാണിക്കാനാണ്. കാരണം ഇതിൻ്റെ വീഡിയോ ഒന്നും ഇവിടെ കണ്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെറിയൊരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇതിലിപ്പോൾ വരുന്ന എന്തൊക്കെയാ വെച്ചാൽ ഒരു ചെറിയൊരു കവറിങ് വരുന്നുണ്ട്, കീ വരുന്നുണ്ട്. കീനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കീ നമ്മൾ എന്താണെന്നുള്ള പ്രത്യേകത എന്താണെന്നുള്ള പറയും. പിന്നെ വരുന്നത് ലോക്ക്, പിന്നെ വരുന്നത് ലോക്കിൻ്റെ പട്ടയ്ക്ക് അടിപൊളി സ്ട്രോങ്ങുള്ള സാധനമാണ്. സാധാരണ നമ്മളതൊരു ചെറിയൊരു ബ്ലേഡ് പോലെയാണ് ലോക്കിലേക്ക് വരല്. ഇത് കാണില്ലേ, ഒരു നൂല് കനന്നെ വരുന്നുണ്ട്, നല്ല റാഡാണ്. ലോക്കിൻ്റെ മുന്നേ നമ്മൾ ഇത് ഈ സംഭവം എന്താ നോക്കാം. ഇതെന്താ വെച്ചാൽ കീ ഇടുന്ന കീ ഹോളിൻ്റെ പുറത്തും ഉള്ളിലും വെക്കണ ആ സംഭവമാണത്. ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതിൻ്റെ അപ്പം ഉണ്ടാവും, ഉള്ളിലും പുറത്തും വെക്കാനുള്ളത്. പിന്നെ കുറച്ച് സ്ക്രൂ. അപ്പോൾ ലോക്ക് നോക്കാം. ഇതാണ് ലോക്ക് ഉണ്ടല്ലേ. ആ കീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കീ ഇല്ലേ, ഈ കീ ഇതിൽ ലോക്കിൽ ചെയ്യുമ്പം എന്താ വെച്ചാൽ ഇതിനൊരു കീക്ക് ചെറിയൊരു ഉണ്ടല്ലേ, ഇവിടെ ചെറിയൊരു കട്ടിങ്, കീക്ക് ചെറിയൊരു കട്ടിങ് ഉണ്ട് ഇവിടെ. ഈ കട്ടിങ് ഈ ലോക്കിൻ്റെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ്, എന്ന് വെച്ചാൽ ലോക്കിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴാണ് ലോക്കാക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ കീ ഊരിയിരിക്കുന്ന സമയത്ത് ഇത് മുകൾക്ക്, ഈ കട്ടിങ് മുകൾക്ക് വരികയാണെങ്കിൽ ഇത് കീ ഊരാൻ പറ്റില്ല. കണ്ടോ, ഇങ്ങനെയല്ല കീ ഊരാൻ പറ്റില്ല. കീ ഊരിയിരിക്കണമെങ്കിൽ ഈ കട്ടിങ് വരുന്നത് ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വരണം, എന്നാലാണിത് ഊരാൻ കഴിയുള്ളൂ. അതേപോലെ ലോക്കാക്കുമ്പോഴും ഇത് ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് ഈ കട്ടിങ് വന്നാലാണ് ഇത് ലോക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ലോക്കാവില്ല. വേറെ ഇത് എങ്ങനെ ഇട്ടാലും ഇത് ലോക്കാവില്ല. ഉണ്ടോ, തിരിച്ച് മറിച്ച് എങ്ങനെ ഇട്ടാലും ലോക്കാവില്ല. ഈ കട്ടിങ് ഫ്രണ്ടിക്ക് വരേ വേണം, എന്നാലാണിത് ലോക്കാവുള്ളൂ. ഇതിൻ്റെ സൈസ് ഏകദേശം വരിക 2.25 ഇതിൻ്റെ ഈ ഭാഗമുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗം വരുന്നത് 4.25 ഇതിൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഇത് വെക്കാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. കാരണം ഈ ഭാഗം നമുക്ക് 2.25 വരുന്നുണ്ട്. ഇത് സെറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്ന് വെച്ചാൽ നമ്മളിവിടെ കിട്ടുന്ന ഈ ലോക്കൊക്കെ കീ ഇടുന്ന ഹോൾഡല്ലോ, അത് ഇവിടെ ആയിരിക്കും വരിക. നമ്മളിങ്ങനെ ഡോർ 1 ഇഞ്ച് കയറി നിൽക്കും, അല്ലെങ്കിൽ 1/2 ഇഞ്ച് കയറിക്കും. ഇതിങ്ങനെ തിരിക്കുമ്പോൾ ചുമരുമ്പോൾ ഇങ്ങനെ തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഈ ഡിഫറൻറ്റ് ഉണ്ടാവില്ല. ഓൺലൈൻ പർച്ചേസിംഗ് ആണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് ഡോർ വെച്ച് ലോക്കിന് ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ആ ലിങ്ക് കയറിയാണ്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അധികം വിലയൊന്നുമില്ല, ചെറിയ വിലയുള്ളൂ. ഇതിവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉള്ളതൊക്കെ ഞാൻ ഇവിടെ അന്വേഷിച്ചിടത്തോളം ഇത് ഈ 3 ഡിഫറൻറ്റ് ഇല്ലാനും ഇത് ചെറുതാണ് വരും. 1.5 ഇഞ്ചൊക്കെ ഇവിടുന്ന് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡോറ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ലോക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ റിവ്യൂ വരുന്നത്. നല്ല സെറ്റപ്പ് ലോക്കാണ്.